ഇന്ത്യ പാക് വിഭജനവും ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്കും എന്നുള്ളതാണ്. കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ആ കാലഘട്ടത്തെക്കുറിച്ച് പരിശോധിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് പല നാട്ടുരാജാക്കന്മാരും ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു ഭാരതം എന്നുള്ളത്. പല വിദേശികളും മുഗളന്മാരും അവരിവരെല്ലാം ഭരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ടിപ്പു സുൽത്താൻ്റെ ഭരണമുണ്ടായി, ഈ അറക്കൽ ബീവിമാരുടെ ഭരണമുണ്ടായി, സാമൂതിരിമാരുടെ ഭരണമുണ്ടായി. ഇങ്ങനെയുള്ള ഭരണങ്ങളെല്ലാം ഇതേപോലുള്ള നാട്ടുരാജാക്കന്മാരുടെ ഭരണങ്ങൾ പോലെ നിലനിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നാട്ടുരാജാക്കന്മാർ തമ്മിൽ യുദ്ധം ചെയ്യാറുണ്ട്. അത് അവരുടെ രാഷ്ട്രീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അതല്ലാതെ മതപരമായ കാര്യങ്ങളോ അതല്ലെങ്കിൽ വർഗീയമായ കാര്യങ്ങളോ അതല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്നുള്ള കാര്യങ്ങളോ ആയിട്ടുള്ള യുദ്ധങ്ങളൊന്നുമല്ല അന്ന് ഈ നടന്നിരുന്നതൊന്നും തന്നെ. ഇവിടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നടന്ന സമരമാണെങ്കിൽ ഈ സമരം യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഒരു സമരമായിരുന്നില്ല. മറിച്ച് അന്ന് ചില പന്നി നെയ്യ് ഉള്ള വസ്തുക്കൾ മുസ്ലിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടും ഇതേപോലെ ഉറുദു ഭാഷ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിക്കുന്നു, ഹിന്ദി ഭാഷയെ തഴയുന്നു എന്നുള്ള ഒരു ഹിന്ദു മുസ്ലിം ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ടുമൊക്കെയാണ് ആ കലാപം ഉണ്ടായിട്ടുള്ളത്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞത് അന്നൊന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നടന്ന യുദ്ധങ്ങളായിരുന്നില്ല. അതുകൊണ്ട് അതിനു മുമ്പൊക്കെ നടന്ന യുദ്ധങ്ങളെ നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നടന്ന യുദ്ധങ്ങൾ എന്നുള്ളത് രീതിയിൽ അതിനെ വായിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇന്ത്യ എന്നുള്ള ഒരു കൺസെപ്റ്റ്, അതായത് ഏകോപിപ്പിച്ച ഒരു ഭരണത്തിന് കീഴിലുള്ള നാട്ടുരാജാക്കന്മാരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഭരണത്തിന് കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് ഭരിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നപ്പോഴാണ് നമ്മൾ ഇന്ത്യക്കാർ പോലും ഇങ്ങനെ ഒരു ഭരണത്തെക്കുറിച്ച് നമുക്കറിയുന്നത്. അതുകൊണ്ടാണ് അതിനു മുമ്പൊന്നും നമ്മൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ വിപ്ലവമൊന്നും നടത്താതിരുന്നിട്ടുള്ളത്. ഇന്ത്യ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള അന്ന് എല്ലാ മുസ്ലിമീങ്ങളും എല്ലാ ഇന്ത്യൻ ജനതയും ഒരു രീതിയിൽ ബ്രിട്ടീഷിനെ അനുകൂലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ ഉദാഹരണമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത്, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത് തന്നെ ബ്രിട്ടീഷുകാരനാണ്. ഇത് രൂപം കൊണ്ടത് ഈ ബ്രിട്ടീഷ് ഭരണം ജനങ്ങളിലേക്ക് അതിൻ്റെ നന്മകള് പോരിശകള് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത് രൂപം കൊണ്ടിട്ടുള്ളതെങ്കിലും പിൽക്കാലത്ത് ഇത് തളിർക്കുകയും പൂക്കുകയും കായ്ക്കുകയും ചെയ്തു എന്ന് പറയുന്നത് പോലെ ഇതൊരു സംഘടിത ശക്തിയായി മാറുകയുണ്ടായി. മുസ്ലിം ലീഗ് രൂപം കൊണ്ടതും ഇതേ ആശയത്തിൽ തന്നെയായിരുന്നു. അതായത് അന്ന് ബ്രിട്ടീഷുകാരുടെ ഈ ഭരണത്തിന്റെ പോരിശകളും മേന്മകളും ജനങ്ങളെ അറിയിക്കുകയും ജനങ്ങൾക്ക് അവരിൽ നിന്ന് വേണ്ട ആവശ്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ പ്രസ്ഥാനങ്ങളെല്ലാം അന്ന് രൂപം കൊണ്ടിട്ടുള്ളത്. അന്നത്തെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യ വിട്ടു പോകണമെന്നൊന്നുമല്ല. അന്നത്തെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞത് ബ്രിട്ടീഷ് ഗവൺമെന്റിൽ ഇന്ത്യക്കാർക്ക് അർഹമായ ജോലികൾ നൽകണമെന്നും ഇന്ത്യക്കാർക്ക് കൂടി അംഗത്വം നൽകണമെന്നുമുള്ള ആവശ്യങ്ങളൊക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഇന്ത്യക്കാർ മുമ്പോട്ട് വെച്ചിരുന്നത്. അല്ലാതെ ഇന്ത്യ വിട്ടു പോകണമെന്നോ ഭരണം വിട്ടു പോകണമെന്നോ ഒന്നുമായിരുന്നില്ല. അപ്പോൾ എല്ലാ ഇന്ത്യക്കാരുടെയും ആവശ്യങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. അന്ന് മുസ്ലിങ്ങളെന്നോ ഹിന്ദുക്കളെന്നോ ക്രിസ്ത്യാനികളെന്നോ ഉള്ള വേർതിരിവില്ലാതെ എല്ലാവരുടെയും ആവശ്യങ്ങളൊക്കെ ഇത് തന്നെയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്നുള്ള ഒരു സങ്കല്പം തന്നെ ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. ഡെമോക്രസിയും പൊളിറ്റിക്സും എല്ലാം ഇന്ത്യക്കാരെ പഠിപ്പിക്കുന്നത് ഈ സ്വാതന്ത്ര്യം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നൊക്കെ ജനങ്ങളെ ഇവിടെ ഇന്ത്യയിലെ പഠിപ്പിച്ചത് തന്നെ ബ്രിട്ടീഷുകാരാണ്. തുച്ഛമായ ചില ആളുകൾക്ക്, വിദേശത്ത് പഠനം നടത്തിയിട്ടുള്ള തുച്ഛമായ ചില ആളുകൾക്ക് മാത്രമാണ് ഈ കാര്യത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നതെങ്കിലും അവർ അത് നടപ്പാക്കുന്നത് നമ്മൾ കണ്ടു പഠിക്കുകയുണ്ടായി. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ പല നാട്ടുരാജാക്കന്മാരും പല നാടുകളും ഭരിച്ചുകൊണ്ടിരുന്നിരുന്നു. അന്ന് ഔറംഗാബാദിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നവാബ് എന്ന ഒരു മുസ്ലിം ഭരണാധികാരിയായിരുന്നു. ഈ മുസ്ലിം ഭരണാധികാരിയുടെ മുന്നിലായിരുന്നു അന്ന് മൗദൂദി സാഹിബ് ഉണ്ടായിരുന്നത്. മൗദൂദി സാഹിബ് ഔറംഗാബാദുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഒന്നും തന്നെ അവിടെ പ്രചരിപ്പിക്കാനോ
സാധിക്കാതെ അവിടുന്ന് ആട്ടിപ്പായിച്ചതുപോലെ അദ്ദേഹം പോവുകയും പിന്നീട് അദ്ദേഹത്തിന് അഭയം നൽകുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അന്ന് പഞ്ചാബ് ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. അങ്ങനെ ഒരു മുസ്ലിം ഭരണ പ്രദേശത്ത് നിന്ന് മാറിക്കൊണ്ട് അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാരുടെ അഭയം നൽകുകയുണ്ട്. ഭരണത്തിന്റെ തണലിലാണ് അദ്ദേഹം പിന്നീട് ഈ ഇസ്ലാമിനെതിരെയുള്ള, അവർ പറയുന്നത് യഥാർത്ഥ ഇസ്ലാമിനെ ലോകത്ത് പഠിപ്പിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെതിരെയുള്ള, വിശുദ്ധ ഖുർആനെതിരെയുള്ള, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കെതിരെയുള്ള, അപ്പോൾ ഞാനിവിടെ എതിരെയുള്ള എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തോടോ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനോടോ ഉള്ള ഒരു വൈരാഗ്യം കൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ഞാൻ ചില സൂചനകൾ നിങ്ങൾക്ക് നൽകാം. ഉദാഹരണമായി വിശുദ്ധ ഖുർആൻ എതിരെ എന്ന് പറയാൻ കാരണം, വിശുദ്ധ ഖുർആൻ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ മുർത്തദിനെ വധിക്കണം എന്ന് ഖുർആൻ പറയുന്നില്ല എന്ന് മാത്രമല്ല, അഭിപ്രായ സ്വാതന്ത്ര്യം വിശുദ്ധ ഖുർആൻ മുമ്പോട്ട് വെക്കുന്നു. ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ ബലപ്രയോഗമില്ല. എന്നാൽ മൗദൂദി സാഹിബിന്റെ ആശയം ഇതിന് വിരുദ്ധമായിരുന്നു, മുർത്തദിനെ വധിക്കണമെന്ന്. ഇതേപോലെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ രാഷ്ട്രമാണെന്നും മുസ്ലിം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആണെന്നും റബ്ബ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭരണാധികാരിയാണെന്നും നമസ്കാരം, നോമ്പ്, സക്കാത്ത് മുതലായ കാര്യങ്ങളെല്ലാം ആ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന പട്ടാളക്കാരുടെ എക്സർസൈസ് പരിപാടികളാണ് എന്നൊക്കെയാണ് മൗദൂദി സാഹിബിന്റെ വിശദീകരണങ്ങൾ. ഇതെല്ലാം വിശുദ്ധ ഖുർആൻ ഘടകവിരുദ്ധമാണ്. ഇനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കുറിച്ച് മൗദൂദി സാഹിബ് പറഞ്ഞത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മക്കയിൽ വെച്ച് അദ്ദേഹത്തിന് അനുയായികളൊന്നും ഇല്ലാതിരുന്നപ്പോൾ അദ്ദേഹം പല രീതിയിലും അവരെ സത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു, നടന്നില്ല. മദീനയിൽ വെച്ച് അദ്ദേഹത്തിന് ഭരണവും അധികാരവും അദ്ദേഹത്തിന് അംഗബലവും ഉണ്ടായപ്പോൾ വാളെടുത്ത് പയറ്റാൻ തുടങ്ങി. അങ്ങനെ ഈയലുകളെ പോലെ ആളുകൾ ഇസ്ലാമിലേക്ക് ചേക്കേറാൻ തുടങ്ങി. ഇത് സയോണിസ്റ്റുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച അതേ വാക്കുകൾ എടുത്തുകൊണ്ട് മൗദൂദി സാഹിബ് പറഞ്ഞു എന്ന് മാത്രമാണ്. യഥാർത്ഥത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കിടങ്ങ് യുദ്ധത്തെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 20,000 മുതൽ 40,000 വരെ ശത്രുക്കളാണ് ഇസ്ലാമിനെതിരെ കിടങ്ങ് യുദ്ധ സമയത്ത് അണിനിരന്നിട്ടുണ്ടായിരുന്നത്. അതിനെതിരെ പോരാടാനുള്ള 10,000-3,000 അംഗങ്ങൾ മാത്രമാണ് ഇസ്ലാമിന്റെ ഭാഗത്തുണ്ടായിരുന്നത്. അപ്പോൾ ഒരിക്കലും ബുദ്ധിയുള്ള ആരെങ്കിലും 10,000-40,000 അംഗങ്ങൾ വരുന്ന ഒരു വിഭാഗത്തോട്, ഒരു യുദ്ധസേനയോട്, വെറും നിരാലംബരായ ഒരു ജനതയെ കൊണ്ടുപോയി യുദ്ധം ചെയ്യാൻ തയ്യാറാകുമോ? ബദർ യുദ്ധം നടക്കുമ്പോൾ വെറും 313 ആയുധങ്ങൾ പോലും പിടിച്ച് പരിചയമില്ലാത്ത വിശ്വാസികളായ 313 പേരുമായി യുദ്ധസേനാനികളുമായിട്ടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. അമ്പെയ്ത്ത് സേന, കുതിരപ്പട, കാലാൽപ്പട, അങ്ങനെ വർഷങ്ങളോളം എല്ലാവിധ യുദ്ധ സാമഗ്രികളും യുദ്ധം ചെയ്ത് തഴക്കവും പഴക്കവുമുള്ള ആളുകളുമായി ഒന്നും അറിയാത്ത 313 പേരെയും കൊണ്ട് വിവരമുള്ള ആരെങ്കിലും പോയി യുദ്ധം ചെയ്യാൻ തയ്യാറാകുമോ? അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മതപരിവർത്തനത്തിന് വേണ്ടി യുദ്ധം ചെയ്തതല്ല, മറിച്ച് അവരെ ആക്രമിക്കാൻ വന്നപ്പോൾ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സയോണിസ്റ്റുകൾ പറഞ്ഞതുപോലെ ഒരു കയ്യിൽ വാളും ഒരു കയ്യിൽ ഖുർആനുമായിട്ടാണ് ഇസ്ലാം പ്രചരിപ്പിച്ചത് എന്ന വാദത്തെ മൗദൂദി സാഹിബ് പറയുന്നത്, ഭരണം കിട്ടിയതിന് ശേഷം വാളെടുത്ത് ഫയറ്റാൻ തുടങ്ങി, ഖഡ്ഗം കയ്യിലെടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ആളുകൾ ഈയലുകളെ പോലെ ഇസ്ലാമിലേക്ക് ചേക്കേറാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ പറയുന്നത്, ഇസ്ലാമിക വിരുദ്ധമായ ഈ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ശുദ്ധവായു അദ്ദേഹത്തിന് ലഭിച്ചത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു. അവിടെയാണ് അദ്ദേഹത്തിന്റെ ഹുക്കൂമത്തെ ഇലാഹി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. കാരണം അന്ന് ഉള്ള എല്ലാ ഭരണങ്ങളും അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹം ഭരണം കയ്യിലെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം ചുറ്റുഭാഗം കാണുന്ന എല്ലാ ഭരണങ്ങളും തന്നെ ഹുക്കൂമത്തെ ശൈത്താനിയായിരുന്നു, ശൈത്താന്റെ ഭരണങ്ങളായിരുന്നു, ദുർദേവതകളുടെ ഭരണമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന്
ഇതിനെ മോചിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഒരു ഭരണം തട്ടിയെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത ആഗ്രഹങ്ങൾ, അദ്ദേഹത്തിൻ്റെ വളരെ മോശപ്പെട്ട രാഷ്ട്രീയ ചിന്താഗതികളെ ഇസ്ലാമിക വൽക്കരിക്കുക മാത്രമാണ് അദ്ദേഹം ഇവിടെ ചെയ്തിട്ടുള്ളത്. മൗദൂദി സാഹിബിനെ സംബന്ധിച്ച് ഹിന്ദുക്കൾ ഭരിച്ചാലും അല്ലെങ്കിൽ പാകിസ്ഥാൻ മുസ്ലിങ്ങൾ ഭരിച്ചാലും ഇത് രണ്ടും കൂടി ബ്രിട്ടീഷുകാർ ഭരിച്ചാലും ഏറ്റവും നല്ലത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്നതാണ് എന്ന കാഴ്ചപ്പാടുകാരനായിരുന്നു അദ്ദേഹം. അതിന്റെ കാരണം ഇത് രണ്ടും മുസ്ലിം ഭരണം വന്നാലും അത് ജമാഅത്തെ ഇസ്ലാമി ഭരണമല്ലാത്തത് കൊണ്ട്, അതേപോലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഹിന്ദുക്കൾ ഭരിച്ചാലും ഇതെല്ലാം താകൂത്തി ഭരണങ്ങൾ തന്നെയാണ്, ഇതിനേക്കാൾ നല്ലത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം ഈ പറയുന്നത് പോലെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നിന്ന് അവരുടെ ഭാഷ സംസാരിക്കാൻ പാടില്ല, അവരുടെ ജോലിയിൽ ഉൾപ്പെടാൻ പാടില്ല, അവർക്ക് ശമ്പളം വാങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത് അത് ഏത് ഭരണത്തിന് കീഴിലാണെങ്കിലും അതെല്ലാം താകൂത്തി ഭരണങ്ങളായതുകൊണ്ട് ആ ഭരണത്തിലൊന്നും ജോലി ചെയ്യാൻ പാടില്ല, അവരുടെ ശമ്പളം കൈപ്പറ്റാൻ പാടില്ല, അവർ ഭരിക്കുന്ന നാട്ടിൽ നിൽക്കാനും പാടില്ല. താകൂത്തി ഭരണമായ ഒരു ഭരണത്തിന് കീഴിലും യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമികക്കാർ നിലകൊള്ളാൻ പാടില്ല. അവർ അവരുടേതായ ഒരു ദൈവിക രാജ്യം സ്ഥാപിച്ചെടുക്കണം എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഹിന്ദുക്കളോടോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ മുസ്ലിമീങ്ങളോടോ ഒന്നും പ്രത്യേക മമത ഉള്ളത് കൊണ്ടല്ല പറഞ്ഞത്. അദ്ദേഹം പാകിസ്ഥാനെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുമെന്ന് ഞാൻ പറയാൻ കാരണം, അദ്ദേഹം പിൽക്കാലത്ത് പാകിസ്ഥാനിലേക്ക് പോയതിനു ശേഷം ഖായിദെ അഹ്സം മുഹമ്മദ് അലി ജിന്നയുടെ പാകിസ്ഥാൻ വാദത്തെയും മുസ്ലിം ലീഗിനെയും അന്ന് ഈ മൗദൂദി സാഹിബ് എതിർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. 1957 ചില ആരോപണങ്ങളെ തുടർന്ന് അബുൽ ഔല മൗദൂദി സാഹിബ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള അവരുടെ പ്രസ്ഥാനത്തിൽ നിന്ന് അതിന്റെ അമീർ സ്ഥാനം അദ്ദേഹം രാജിവെക്കുകയുണ്ടായി. കാരണം പാകിസ്ഥാൻ വാദത്തെ എതിർത്ത മൗദൂദി സാഹിബ് ഇന്ത്യ പാക് വിഭജന കാലത്തിൽ പാകിസ്ഥാനിൽ പോകാതെ ഇന്ത്യയുടെ പാകിസ്ഥാന്റെയും അതിർത്തി ഗ്രാമമായ ഗുരുദാസ്പൂരിൽ ദാറുൽ ഇസ്ലാം എന്ന പേരിൽ ഒരു സ്വയംഭരണ പ്രദേശം അദ്ദേഹം ഉണ്ടാക്കി. അങ്ങനെ അദ്ദേഹം കുറെ കാലം പിടിച്ചു നിൽക്കാൻ നോക്കിയെങ്കിലും ഇന്ത്യയുടെ അതിർത്തി നിർണയത്തിന് ശേഷം ഗുരുദാസ്പൂർ ഇന്ത്യയിൽ പെട്ടതാണെന്ന പ്രഖ്യാപനം ഉണ്ടാവുകയും ഇന്ത്യൻ സൈന്യം അവിടെ ആധിപത്യം ഉറപ്പിക്കുകയും മൗദൂദിയുടെ ദാറുൽ ഇസ്ലാം എന്ന ഗ്രാമം പിടിച്ചടക്കുകയും അദ്ദേഹം ഒരു സ്വയംഭരണ പ്രദേശം ഉണ്ടാക്കിയതായിരുന്നു. ദാറുൽ ഇസ്ലാം എന്ന ഗ്രാമം പട്ടാളക്കാർ പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ നിലനിൽപ്പില്ലാതെ അവസാനം ഒരു മുസ്ലിം രാജ്യത്തിൽ നിന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലേക്ക് വന്ന മൗദൂദി സാഹിബ് ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് വിഡ്ഢികളുടെ പറുദീസയാണ് എന്ന് പറഞ്ഞ മൗദൂദി സാഹിബ് പിൽക്കാലത്ത് പാകിസ്ഥാനിലേക്ക് ഓടിപ്പോയി. പിന്നീട് പാകിസ്ഥാനിൽ പല അസ്വസ്ഥതകളും അരക്ഷിതാവസ്ഥയും സൃഷ്ടിക്കുവാനും അദ്ദേഹം പല തവണ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. 1953 പാകിസ്ഥാനിൽ അരങ്ങേറിയ രക്തരൂക്ഷിതമായ ഒരു കലാപം, ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് മൗദൂദി സാഹിബാണ് എന്ന് പിൽക്കാലത്ത് കോടതി കണ്ടെത്തുകയും അങ്ങനെ മൗദൂദി സാഹിബിനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മൗദൂദി സാഹിബ് ഇടപെട്ടു എന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഇന്ത്യക്ക് വേണ്ടിയുള്ള പങ്ക് എന്ന് പറയുന്നത് പച്ചക്കളവാണ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. യാതൊരു വിധമായ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് വേണ്ടി തന്നെ ഒന്നും ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ കുറിച്ച് മൗദൂദി സാഹിബ് പറഞ്ഞത് തന്നെ അവർ മ്ലേച്ഛന്മാരാണ് എന്നാണ്. ഹിന്ദുക്കളോട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എന്ത് ശക്തി കൊണ്ടും അവിടെ ഹിന്ദു രാജ്യം സ്ഥാപിക്കണം എന്നാണ് മൗദൂദി സാഹിബ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ അദ്ദേഹം അവരുടെ ജോലി ചെയ്യാൻ പാടില്ല, അവിടെ ഭരിക്കുന്നിടത്ത് നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അന്ന് ബ്രിട്ടീഷ് ഭരണമായത് കൊണ്ടാണ്. ഹിന്ദു ഭരണമായിരുന്നു അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഹിന്ദുക്കളുടെ അടുക്കൽ ജോലി ചെയ്യാൻ പാടില്ല. കാരണം ഇദ്ദേഹത്തെ സംബന്ധിച്ച് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ബ്രിട്ടീഷുകാരും എല്ലാം അദ്ദേഹത്തിന് തുല്യമാണ്.
യഥാർത്ഥമായ ഒരു ഇസ്ലാമിക ഭരണം അദ്ദേഹം കെട്ടിപ്പടുക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ഭരണം വരണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വോട്ട് ചെയ്യാൻ പാടില്ല, ഇലക്ഷനിൽ പങ്കെടുക്കാൻ പാടില്ല, എങ്ങനെയുള്ള നിയമങ്ങളെല്ലാം അന്ന് മൗദൂദി സാഹിബ് കൊണ്ടുവരികയും പിന്നീട് ഇതിൽ നിന്നെല്ലാം മൗദൂദി സാഹിബ് കൊണ്ടുവന്ന ഈ രാഷ്ട്രീയ കാര്യങ്ങൾ പോലും അത് മനുഷ്യന് ഒരു ഗുണവും ചെയ്യുകയില്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പോലും അത് സംരക്ഷിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ പിൽക്കാല ജമാഅത്തെ ഇസ്ലാമിക്കാർ പിന്നീട് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുകയും വെൽഫെയർ പാർട്ടിയൊക്കെ പോലുള്ള പ്രസ്ഥാനങ്ങൾ അവർ രൂപീകരിക്കാൻ നമ്മൾ കാണുന്നില്ല. ഇവിടെ സിലിണ്ടറിന്റെ ഒക്കെ പടം വെച്ചുകൊണ്ട് അങ്ങനെ അവർ രാഷ്ട്രീയത്തിൽ കയറിക്കൂടുകയും RSSന്റെ കൂടെ ഇപ്പോഴും കാശ്മീരിലും മറ്റ് പല പ്രദേശങ്ങളിലും ഈ ജമാഅത്തെ ഇസ്ലാമി അവിടെ BJPക്ക് അനുകൂലമായിട്ടാണ് ഇവർ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല, BJPക്ക് പിന്തുണ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ കൂടെ സഖ്യമാണ്. അപ്പോൾ ഇങ്ങനെ RSSന്റെ കൂടെ സ്വാതന്ത്ര്യ സമര അടിയന്തരാവസ്ഥ കാലത്തും ഇതേപോലെ ആദ്യമായി അവര് ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൂടെ ഐക്യപ്പെട്ടുകൊണ്ട് RSSന്റെ കൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് അവർ വരുന്നത് തന്നെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പിൽക്കാലത്ത് രാഷ്ട്രീയമായാലും ഭൗതികമായാലും ആത്മീയമായാലും എല്ലാം പിന്നെ മാറ്റി മാറ്റി വേറെ പറയേണ്ട സാഹചര്യങ്ങളാണ് മൗദൂദി സാഹിബിന്റെ അനുയായികൾക്ക് പിൽക്കാലത്ത് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇവർ ചെയ്ത മൗദൂദി സാഹിബ് ചെയ്തിട്ടുള്ള പ്രവൃത്തിയാണ് നമ്മൾ പാകിസ്ഥാനിൽ കണ്ടിട്ടുള്ളത്, ഇന്ത്യയിൽ കണ്ടിട്ടുള്ളത്. ഇവിടെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. പണ്ട് സിമി നിരോധിച്ചപ്പോൾ ഉണ്ടായ സാധനമാണിത്. എന്താണ് ഇതിൻ്റെ? എത്ര സ്ത്രീകളാണ് കരയുന്നത്, എത്ര കുട്ടികളാണ് ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റ് എനിക്ക് ഉപ്പയെ കാണണമെന്ന് പറയുന്നത്. എനിക്കറിയുന്ന പല സഹോദരന്മാരും ഉണ്ട്. ഇതിന്റെ എല്ലാം ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ എല്ലാം തലപ്പത്തിരുന്നത് സിമിക്കാരായിരുന്നു. അപ്പോൾ ഇവര് പാകിസ്ഥാനിൽ എന്താണോ ഉണ്ടാക്കിയത് അവിടെ ഓരോ തീവ്രവാദ സംഘടനകളും രൂപം കൊണ്ടതും ജമാഅത്തെ ഇസ്ലാമി മൗദൂദി സാഹിബിന്റെ ആശയം സ്വീകരിച്ചുകൊണ്ടായിരുന്നു. ബംഗ്ലാദേശിൽ നമുക്കറിയാം 10-15 പണ്ഡിതന്മാരെ തൂക്കിലേറ്റിയത്. ഇവരും എന്ത് കാരണത്തിലാണ് തൂക്കിലേറ്റപ്പെട്ടത് എന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചതാണ്. അപ്പോൾ എത്രയോ കുടുംബങ്ങൾക്ക്, എത്രയോ നാടുകൾ കുട്ടിച്ചോറാക്കുന്നതിന് ഇത് കാരണമായി തീർന്നു. എത്രയോ കുടുംബങ്ങൾ, എത്രയോ സ്ത്രീകൾ വിധവകളായി മാറി, എത്രയോ കുട്ടികൾ അനാഥരായി. ഇതല്ലാതെ എന്ത് നന്മയാണ് ഇവർ മുസ്ലിമീങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്ന് എടുത്ത് കാണിക്കാൻ ഓരൊറ്റ തെളിവുകൾ പോലും ഈ കാരുണ്യ പ്രവർത്തനം, ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടത്തുന്നു. ഇതൊക്കെ ഇവരുടെ ഈ പച്ചയിൽ പറഞ്ഞാൽ ഇവരുടെ ഈ രാഷ്ട്രീയ ചെറ്റത്തരങ്ങളെ മറച്ചു വെക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ കാരുണ്യ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടതും. അത് ഇസ്ലാമിനോടുള്ള കൂറുകൊണ്ടോ ഒന്നുമല്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കും അത് ഇസ്ലാമിന്റെ ഭാഗമാണ് എന്ന്. എന്നാൽ മൗദൂദി സാഹിബ് പറയുന്നത് ഇസ്ലാം എന്നതിന് രാഷ്ട്രം എന്നാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന അർത്ഥം. ആ അർത്ഥത്തിൽ നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയെ നോക്കുകയാണെങ്കിൽ രാഷ്ട്രത്തിന്റെ കൂട്ടം എന്നാണ് അവരുടെ പ്രസ്ഥാനത്തിന്റെ പേര്. അതല്ലാതെ അതിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. ജമ്മു കശ്മീർ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഉണ്ടെന്ന് BJP. വികസനവും സമാധാനവും എന്ന BJPയുടെ അജണ്ട അംഗീകരിച്ച് ജമാഅത്തെ ഇസ്ലാമി എല്ലാ മണ്ഡലങ്ങളിലും ഒപ്പമുണ്ടെന്ന് പാംപോറിലെ സ്ഥാനാർത്ഥിയും ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗവുമായ സയ്യിദ് ഷൗക്കത്ത് ഗയൂർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഗയൂർ, ആദ്യഘട്ടത്തിൽ പിന്തുണ കിട്ടി, തുടർന്ന് അങ്ങോട്ടും ഉണ്ടാകും. Jamaat Islami have understood that